എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ജൂൺ 17 ചൊവ്വാഴ്ച. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഡിസ്കഷൻ ചെയ്ത പോലെ തന്നെ ഒരിക്കലും ഈ റാലി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കണ്ണുമൂടി ട്രേഡ് ചെയ്യരുത് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇന്ന് സംഭവിച്ചു. നോക്കൂ, ഒരു ചെറിയ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പൺ ചെയ്ത് പിന്നീട് കുറേശ്ശെ വളരെ പതുക്കെ താഴത്തേക്ക് വന്ന് പിന്നീട് വലിയൊരു കൺസോൾട്ടേഷനാണ് നമ്മളിന്ന് കണ്ടത്. ശരിക്കും ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് തന്നെയായിരുന്നു ഇന്ന് എന്നുള്ളതാണ്. ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം കഴിയുന്തോറും വളരെ ഡിഫിക്കൽട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രേഡിംഗ് 24,977 ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് പിന്നീട് കുറേശ്ശെ താഴത്തേക്ക് വരിക തന്നെയായിരുന്നു. താഴത്തേക്ക് വന്ന് ഈ ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡലിന് ശേഷം ഫുൾ ഒരു സൈഡ് വേ മാർക്കറ്റായിരുന്നു ഇന്ന്. മാത്രമല്ല നല്ല പ്രീമിയം ഡീക്കാണ് ഇന്ന് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ, അല്ല കണ്ടിന്യൂ ആയിട്ട് കാണുന്ന ആളാണെങ്കിലും ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഓക്കെ, ഇന്നലെ മികച്ച നേട്ടത്തിലായിരുന്ന മാർക്കറ്റ് ഇന്ന് നഷ്ടത്തിലേക്കാണ് പോയത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂലം ഇൻവെസ്റ്റേഴ്സ് വളരെയധികം സൂക്ഷ്മതയോടെ മാർക്കറ്റിനെ സമീപിച്ചതാണ് ഈ ഒരു ഇടിവിന് കാരണമായത്. മാത്രമല്ല ഇന്നലത്തെ ആ ഒരു നേട്ടം ഇന്ന് അവർ പ്രോഫിറ്റ് ബുക്കിങ്ങിലൂടെ മുതലാക്കി എന്നുള്ളതാണ്. ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലൂടെ ഇന്ന് നടന്നിട്ടുണ്ട്. യുദ്ധം അതിൻ്റെ 5ാം ദിവസത്തിലേക്ക് നീളുകയാണ്. ആണവായുധ കരാർ ഇറാൻ നിരസിച്ചത് ചൂണ്ടിക്കാട്ടി ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങളോട് US പ്രസിഡന്റ് ട്രംപാണ് ആവശ്യപ്പെട്ടത്. ഇതാണ് ഇന്ന് ശരിക്കും മാർക്കറ്റിൽ ഒരു സമ്മർദ്ദമുണ്ടാക്കിയത്. മാത്രമല്ല ദുർബലമായ ആഗോള വിപണി സൂചനകളും നമ്മുടെ മാർക്കറ്റിൽ പ്രതിഫലിച്ചു എന്ന് പറയാം. കൊറിയയുടെ കോസ്പി, അതുപോലെ ചൈനയുടെ SSE കോമ്പോസിറ്റ്, ഹോങ്കോങ്ങിൻ്റെ ഹാങ്സെങ് എന്നിവ ഉൾപ്പെടെയുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവിലാണ് ട്രേഡിംഗ് നടത്തിയത്. US മാർക്കറ്റും ഇന്ന് നെഗറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലിൽ $74.62 എത്തി. നമ്മുടെ രാജ്യത്തെ പോലുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഉയർന്ന ക്രൂഡ് ഓയിൽ വില ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. അതുപോലെ തന്നെ FIErsൻ്റെ സെല്ലിങ്ങും മാർക്കറ്റിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഇന്ന്. മറ്റൊന്ന് US സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങുമായി തീരുമാനത്തിന് ഇനി നാളെയാണത് നടക്കുക. അതും ഇന്ന് മാർക്കറ്റിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. സെൻസെക്സ് 0.26% ഇടിഞ്ഞ്, അതായത് 212 പോയിൻ്റ് നെഗറ്റീവിൽ 81,583-ലും. നിഫ്റ്റി 0.37% ഇടിഞ്ഞ് 93 പോയിൻ്റ് നഷ്ടത്തിൽ 24,853-ലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IT ഒഴികെയുള്ള മറ്റെല്ലാ സെക്ടറൽ ഇൻഡെക്സുകളും റെഡിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫാർമ, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, ആട്ടോ, റിയാലിറ്റി, PSU ബാങ്ക് എന്നിവ 0.5% മുതൽ 2% വരെയാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ നേട്ടമുണ്ടാക്കിയത് ഡിഫൻസ് ഷെയറുകളാണ്. ഇന്ത്യൻ ഡിഫൻസ് കമ്പനികൾക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിച്ചേക്കും എന്നുള്ള ആ ഒരു നിഗമനത്തിലാണ്, അല്ലെങ്കിൽ ഒരു വിലയിരുത്തലാണ് ആ ഒരു സെക്ടറിന് കൂടുതൽ പോസിറ്റീവ്നെസ് വരാനുള്ള കാരണം. അടുത്ത 10 വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ ഡിഫൻസ് ചെലവ് GDPയുടെ നിലവിലെ 2% നിന്ന് 3 അല്ലെങ്കിൽ 4% ഉയർത്താൻ സാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത്. 25,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയാണ് 2025-2026 നമ്മുടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഷെയറുകൾ ഇന്ന് ഏകദേശം 4% ഉയർന്ന് 3,306 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് 3% നേട്ടമുണ്ടാക്കി. ഭാരത് ഡൈനാമിക്സ്, അതായത് BDL, കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയ സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NSEയിൽ ലിസ്റ്റ് ചെയ്ത 50 സ്റ്റോക്കുകളിൽ ഇന്ന് ടെക് മഹീന്ദ്രയും ഇൻഫോസിസും മാത്രമാണ് കാര്യമായി നേട്ടമുണ്ടാക്കിയത്. ബാക്കിയെല്ലാം തന്നെ 1% മുതൽ 0.54% വരെ മാത്രമേ നേട്ടമുണ്ടാക്കിയിട്ടുള്ളൂ. മൊത്തം 12 സ്റ്റോക്കുകൾക്ക് മാത്രമാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഇന്ന് നഷ്ടം നേരിട്ടത് അദാനി എൻ്റർപ്രൈസസ് ആണ്.
2.18% സ്റ്റോക്ക് ഇടിഞ്ഞിരിക്കുന്നത്. ഇന്ത്യ വിക്സ് 2.96% ഇടിയുകയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. 14.40 ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് പരിശോധിക്കാം. നമുക്കിന്ന് ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സപ്പോർട്ട് ലൈന് 24,825 നോക്കൂ. വളരെ കൃത്യമായി തന്നെ അവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് അല്ലെങ്കിൽ സൈഡ് വേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിഫ്റ്റിയിൽ ഇന്ന് ആക്റ്റീവ് ആയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും 55,422 അല്ലെങ്കിൽ 420 നമ്മുടെ സപ്പോർട്ട് ലെവല്. റെസിസ്റ്റൻസിനും സപ്പോർട്ടിനും ഇടയിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് നടന്നിരിക്കുന്നത്. നോക്കൂ, അതിലും ഇന്ന് നമുക്ക് ആക്റ്റീവ് ആയിട്ടില്ല. ഒരു കണക്കിന് ഇതുപോലുള്ള ദിവസങ്ങളിൽ ആക്റ്റീവ് ആകാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ അത്രയും പെർഫെക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിന് താഴെയോ മുകളിലോ നമ്മുടെ ലൈൻ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എൻട്രി ചെയ്യുകയും നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. നോക്കൂ, സെൻസെക്സിലും സമാനമായ അവസ്ഥ തന്നെയാണ്. സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഇടയിൽ തന്നെയാണ് ട്രേഡ് നടന്നിരിക്കുന്നത്. നമുക്ക് നാളെ വാച്ച് ചെയ്യാൻ വേണ്ടി സെൻസെക്സിൽ റെസിസ്റ്റൻസ് ആയിട്ട് 81,880 ഇന്നലെ പറഞ്ഞ ലെവൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. സപ്പോർട്ട് നമുക്ക് അല്പം മുകളിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. വേണ്ട, ഈ ഒരു ലെവൽ തന്നെ മതി, വേറെ പരീക്ഷണം വേണ്ട. 81,000 ഓക്കെ. സെൻസെക്സിൽ യാതൊരു മാറ്റവുമില്ല, നമുക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ലെവല് 56,000 റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാം. സപ്പോർട്ടായിട്ട് ഈ ഒരു ലെവൽ തന്നെ നമുക്ക് വാച്ച് ചെയ്താൽ മതി, 55,420. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ലെവല് അല്പം താഴത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. 24,980 സപ്പോർട്ടായിട്ട് താഴത്തേക്ക് കൊണ്ടുവരണം. 24,730 ഓക്കെ. നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.